നബിവാക്യം എൻ്റെയും എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൻ്റെയും ഉദാഹരണം ഇപ്രകാരമാണ്. ഒരാൾ ഒരു ജനതയുടെ അടുത്ത് എന്ന് പറഞ്ഞു, നമ്മെ ഒന്നടങ്കം ആക്രമിക്കാൻ വരുന്ന ഒരു സൈന്യത്തെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉചിതമായ രക്ഷാമാർഗം നോക്കുക. അപ്പോൾ ഈ വിഭാഗം ആളുകൾ അയാൾ പറഞ്ഞതനുസരിച്ച് രാത്രി തന്നെ ആ പ്രദേശം വിട്ട് പോയി രക്ഷപ്പെട്ടു. എന്നാൽ ബാക്കിയുള്ളവർ ആ മുന്നറിയിപ്പുകാരനെ തള്ളിക്കളഞ്ഞു. അവർ സ്ഥലം വിടാതെ അവിടെ തന്നെ തങ്ങി. അങ്ങനെ പ്രഭാതമായതോടുകൂടി ശത്രുസൈന്യം വന്ന് അവരെ ഒന്നടങ്കം നശിപ്പിച്ചു. ഇതാണ് എന്നെ അനുസരിക്കുകയും ഞാൻ കൊണ്ടുവന്ന ദൈവിക സന്ദേശത്തെ പിൻപറ്റുകയും ചെയ്തവരുടെയും എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ഞാൻ കൊണ്ടുവന്ന സത്യത്തെ തള്ളിക്കളയുകയും ചെയ്തവരുടെയും ഉദാഹരണം. ഇതേ കാര്യം തന്നെ മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. രാത്രിയിൽ ഒരാൾ വഴിമധ്യേ തണുപ്പ് അകറ്റാൻ വേണ്ടി തീ കത്തിച്ചപ്പോൾ അതിൽ വണ്ടുകളും പാറ്റകളൊക്കെ വന്ന് വീഴാൻ തുടങ്ങി. അയാൾ അവയെ ആ തീയിൽ നിന്നും ആട്ടിയകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാളെപ്പോലെയാണ് എൻ്റെയും അവസ്ഥ. ഞാൻ നരകത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു. നിങ്ങളാകട്ടെ എൻ്റെ കയ്യിൽ നിന്നും കുതറിച്ചാടി ആ നരകത്തിൽ ആപതിക്കുകയും ചെയ്യുന്നു. മനുഷ്യ സമൂഹത്തെ ദുർമാർഗത്തിൽ നിന്നും സന്മാർഗത്തിലേക്ക് ആനയിക്കുവാനായി ലോകസൃഷ്ടാവായ ദൈവം ലക്ഷത്തിപ്പരം പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. അവരിൽ അവസാനത്തെ പ്രവാചകനാണ് നബി തിരുമേനി. ദുഷിച്ച വിശ്വാസങ്ങളിൽ നിന്നും ജീവിത രീതിയിൽ നിന്നും മനുഷ്യരെ സംസ്കരിച്ച് ദൈവത്തിൻ്റെ പ്രീതിക്കും അവൻ വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്കും എത്തിക്കുക എന്നതാണ് പ്രവാചകൻ്റെ നിയോഗ ലക്ഷ്യം. പക്ഷെ അധികം ആളുകളും ആ പ്രവാചക ഉത്ബോധനങ്ങളെ അവഗണിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്നു. അവസാനം അവർ ദൈവകോപത്തിനിരയായി നരകത്തിൽ ആപതിക്കുകയും ചെയ്യുന്നു. ഈ വസ്തുതയാണ് മുകളിൽ ഉദ്ധരിച്ച നബിവാക്യങ്ങളിലൂടെ ഉദാഹരണ സഹിതം വിവരിച്ചത്.